ഹലോ, അപ്പോൾ നമ്മൾ ടോപ്പ് ഓഫ് യൂറോപ്പിൽ നിന്ന് പാരാഗ്ലൈഡിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയൊക്കെയോ ഓടിപ്പിടിച്ച് ട്രെയിൻ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് അവിടെ എത്തി. നമ്മുടെ പിക്കപ്പ് ചെയ്യാൻ വരുന്ന വാൻ അവിടെ എത്തിയാൽ നമുക്ക് കിട്ടും, ഇല്ലെങ്കിൽ അവർ പോവും. പിന്നെ നമുക്ക് പാരാഗ്ലൈഡിങ് ചെയ്യാൻ പറ്റില്ല. ബുക്ക് ചെയ്ത പൈസ എല്ലാം പോവും. അങ്ങനെ ഞങ്ങൾ ഓടിപ്പടച്ച് പോവുകയാണ്. എത്തോ ഇല്ലേന്നൊന്നും അറിയില്ല. ഞാൻ ട്രെയിനിൽ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞാൻ എക്സ്ട്രാ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം പാരാഗ്ലൈഡിങ് ചെയ്യുമ്പോഴത്തേക്ക് സ്കൈയിൽ നമ്മൾ ഈ റെയിൻബോ പോലെയൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ബുദ്ധി. അങ്ങനെ ഞാൻ ഒരു കിടിലം ടീഷർട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് ഇട്ടിട്ട് നല്ല ഗ്ലോ, ഒരു വല്ലാത്ത ഗ്ലോ ആയിരുന്നു കേട്ടോ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ. ഞങ്ങൾ ട്രെയിനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാരാഗ്ലൈഡിങ്ങിന് നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റ് നോക്കിയതുകൊണ്ട് നമുക്ക് സ്ലോട്ടൊന്നും കിട്ടിയില്ല. ബാക്കി എല്ലായിടത്തും 180 ആണ്. പക്ഷെ നമ്മൾ ഈ നോക്കിയതിൽ 190 യൂറോ ആണ്. 10 യൂറോ കൂടുതലാണ്. ബാക്കിയെല്ലാം ഫുള്ള്. നമ്മൾ കുറേ വിളിച്ചിട്ടാണ് അവസാനം ഇത് കിട്ടിയത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വേറൊന്നും കിട്ടാത്തതുകൊണ്ട് നാളെ നമ്മൾ ഇവിടുന്ന് ഇറ്റലിക്ക് പോവുകയാണ്. അപ്പോൾ എപ്പോഴാണ് നമ്മളിനി സ്വിറ്റ്സർലാൻഡ് വരിക, ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക ഒന്നും അറിഞ്ഞൂടാത്തതുകൊണ്ട് 190 എന്ന് കരുതിയിട്ട് നമ്മളത് എടുത്തു. അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും മഞ്ഞ് മൂടിയ ഒരു ഇതായിരുന്നെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അങ്ങനെ നമ്മളവിടെ എത്തി. വാനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ വാൻ വന്ന് ആൽപ്പിൻ എയർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്. അപ്പോൾ ഇവരും അതിൻ്റെ ഇൻസ്ട്രക്ടറാണ്, ലേഡിയാണ്. അപ്പോൾ അവരാണ് നമ്മളവിടെ കൂട്ടാൻ വന്നത്. ഞങ്ങളുടെ കൂടെ 2 കൊറിയൻസ്, പിന്നെ ഒരു ചെക്കനും 2 ഗേൾസ്, പിന്നെ ഞങ്ങൾ 2 പേര്. അങ്ങനെ ഇത്ര പേരാണ് ഉണ്ടായിരുന്നത്. മനുവേട്ടൻ്റെ ക്യാപ്റ്റനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫോണും വാച്ച് എല്ലാം അവർ മേടിച്ച് അവരെ ബാഗിലിടും. അപ്പോൾ നമുക്ക് പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അവരെടുത്ത് തരുന്ന വീഡിയോസേ ഉണ്ടാവുള്ളൂ. ഫ്ലൈ ചെയ്യുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഞാൻ പാരാസൈലിംഗ് ചെയ്തിട്ടുണ്ട് ഒമാനിൽ വെച്ചിട്ട്. പക്ഷേ പാരാഗ്ലൈഡിങ് അത് സ്വിറ്റ്സർലാൻഡിൽ വൺ ഓഫ് മൈ ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് സാധിച്ചു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഫോണെല്ലാം അവർ മേടിച്ച് വയ്ക്കും. കാരണം അതൊന്ന് താഴെ വില്ലേജ് ആയതുകൊണ്ട് ഒരു സാധനം പോലും നിലത്ത് വീഴാൻ പാടില്ല. അത്രയ്ക്ക് ഹാംഫുള്ളായിരിക്കും അത്. അപ്പോൾ മുകളിൽ നിന്നുള്ള കാഴ്ച എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാത്തവരെന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ക്യാഷ് കൂടുതലാണ്, എന്നാലും ഒരു ചാൻസ് കിട്ടി അത് എക്സ്പീരിയൻസ് ചെയ്യണം ലൈഫിൽ ഒരു തവണയെങ്കിലും. മനുവേട്ടൻ വേറെയാണ് പോയത്. അവർ മുമ്പേ പോയി, നമ്മൾ സെക്കൻഡാണ് പോയത്. അപ്പോൾ അവർ വേറെ ദിശയിലോട്ടാണ് പോയത്, നമ്മൾ വേറെ ദിശയിലാണ്. മനുവേട്ടനൊക്കെ പോയത് ഇന്നലെ നമ്മൾ പോയ ഇൻ്റർലേക്കൺ ആ വ്യൂവിൻ്റെ അങ്ങോട്ടാണ്. Hurrah!
problem. How was that? Yes, very fine. Now I feel it. Yeah. Now I feel that it's real. See, if you do a spiral on a tandem wing, Okay. on a paraglide, you can get up to 4 Gs. Oh shit. Yeah, it's crazy. Like, I mean, it has no engine, nothing, and yet you get 4 Gs. What is a great force? It's something, yeah. Oh, something cannot imagine. Between 3 and 4, it's a lot. It is a lot, actually. Live high, you can live in high budget. Yes, it's very nice. Basically, So that is mixed. Dubai means it's a combination of 7 Emirates. So wherever this like Sharjah, this Abu Dhabi, Yeah. there is lot of different Emirates. They combine and join together and form a United Arab Emirates. So some areas are very cheap, some areas are very expensive. Of course. Lots of posh people around. Yes. Yeah. People with lots of money, Yeah. oil, Oil petrol, money, yes. cars, women, diamonds. Yes, they are taking the oil from there and spending here over like Switzerland. Yeah, they come here. Yeah, there are many. They love Switzerland. Yeah, Yeah. their first priority is if go to vacation. Even in I'm the third person. Just 1 week before, my two friends came. I see. Yeah, and one friend is coming next. അങ്ങനെ ഞങ്ങൾ രണ്ടൊരു ഫ്ലൈയും കഴിഞ്ഞു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും എൻ്റെ ക്യാപ്റ്റനും കൂടെ ചക്ക വീഴുന്ന കണക്ക് നിലത്ത് വന്ന് വീണു. കാരണം ഞങ്ങൾക്ക് ലാൻഡിങ് കിട്ടിയില്ല എയർ കാരണം. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര ഹാപ്പി, ഭയങ്കര ഇതായിരുന്നു കേട്ടോ ഇത് ചെയ്തതുകൊണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇന്നലെ പോയ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് പോയത്. വെറൈറ്റി ആയിട്ട് ബിരിയാണി, പനീർ, ചിക്കൻ ഇതൊക്കെ തന്നെ. ഏറെ വിഴുങ്ങിയത് കണക്ക് എൻ്റെ മനുവട്ടം താ കിടക്കുന്നു. മേലെ ആകാശം, താഴെ ഭൂമി. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത്. അവിടെ ഒരു റിവർ സൈഡിൽ ഭയങ്കര വെയിലുള്ളത് കൊണ്ട് ഭയങ്കര വ്യൂ ആയിരുന്നു കേട്ടോ. ഫോട്ടോസ് എടുത്തിട്ട് നോക്ക് എന്ത് ഭംഗി നോക്ക്. ആ ഡ്രസ്സിൽ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ആ റിവറിൽ എനിക്ക് ആ വെള്ളത്തിൽ തൊടണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ആ വെള്ളത്തിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മളവിടെ പോയി ഇറങ്ങി തൊട്ടു. പിന്നെ തിരിച്ച് റൂമിൽ വന്നിട്ട് ഫുൾ ബോഡി മസാജ് ചെയ്തു കേട്ടോ. ഇതിൽ €1 ഇട്ടാൽ 10 മിനിറ്റ് നമുക്ക് ഫുൾ ബോഡി മസാജ് ചെയ്യാം. ഇത് ഞാൻ 10 മിനിറ്റ് ഫുൾ ബോഡി മസാജ് ചെയ്തു. പിന്നെ ഞാൻ ഇതിൻ്റെ പുറത്ത് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല. എനിക്കറിയില്ല എന്തൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ എടുത്ത് വയ്ക്കുക, എന്തൊക്കെയാണ് ഒരു വല്ലാത്തൊരു എന്താ വെകിളി പിടിക്കൂ എന്നൊക്കെ പറയില്ലേ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. നാളെ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മാക്സിമം അതിൻ്റെ പരിസരം എല്ലായിടവും പോയി കണ്ടു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ തന്നെ ഒരു പാർക്ക് കണക്കൊരു സംഭവമൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ആ റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ. പിന്നെ നൈറ്റ് നമ്മൾ സ്വന്തമായിട്ട് മാഗി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ മാഗി ഉണ്ടാക്കി അവിടെ നിന്ന് കുറച്ച് സോസൊക്കെ എടുത്ത് അളിയൻസ് മനോരമയിൽ വരുന്ന അളിയൻസും കണ്ടിട്ട് അത് കഴിച്ചു. മനുവേട്ട അളിയൻസിൻ്റെ ബിഗ് ഫാനാണ്. മനുവേട്ട സോസൊന്നും ഇട്ടില്ല, പ്ലെയിനായിട്ട്. ഞാൻ കുറേ സോസൊക്കെ ഇട്ട് സൂപ്പറായിരുന്നു കേട്ടോ. തണുപ്പത്ത് ചൂട് മാഗി കഴിക്കാൻ അടിപൊളിയായിരുന്നു. വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കുറച്ച് ഫോട്ടോസ് പാരാഗ്ലൈഡിങ് ചെയ്തതിൻ്റെ മനുവേട്ടൻ്റെ ഫോട്ടോസ് എൻ്റെ ഫോണിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല. ഇതെൻ്റെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ ഇതിൽ. ഇതാണ് എൻ്റെ ക്യാപ്റ്റൻ യൂനസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നാളെ നമ്മൾ ഇറ്റലിക്ക് പോവുകയാണ് ബെർണീന എക്സ്പ്രസ്സിൽ. അതൊരു 5 മണിക്കൂർ യാത്രയാണ്. അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായി കാണാം. ബായ്.